ആത്മീയ ബന്ധമാണ് നമ്മളും റസൂലും തമ്മിൽ കിട്ടുന്ന നമ്മുടെ റൂഹമായി നിൽക്കുന്ന ഒരു പ്രകാശമുണ്ട്. ആ പ്രകാശം ലഭിച്ചവർക്ക് പുണ്യനബി തങ്ങളെ മനസ്സിലാക്കാൻ കഴിയും. ആ പ്രകാശമുള്ളവർക്ക് പുണ്യനബിയെ ഉൾക്കൊള്ളാൻ കഴിയും. തങ്ങളുടെ കാലത്ത് ജീവിച്ച അബൂജഹലുണ്ട്, ഉത്ബത്തുണ്ട്, ഷൈബത്തുണ്ട്. വല്ല ഫലമുണ്ടായോ? അവർക്ക് എന്ത് സംഭവിച്ചു? ബദറിൽ കൊല്ലപ്പെട്ടു പോയി. അവര് പുണ്യനബി തങ്ങളെ ഒരുപാട് എതിർത്തു, ഹബീബിനെ ഒരുപാട് വിഷമിപ്പിച്ചു, വേദനിപ്പിച്ചു, ശാരീരികമായും മാനസികമായും. അവര് മക്കക്കാരല്ലേ, നബിയെ കണ്ടിട്ടില്ലേ? പ്രവാചകരെ കണ്ടിട്ട് വല്ല ഫലമുണ്ടായോ? അവർക്ക് ഫലമുണ്ടായില്ല. എന്തേ? ഈ പുണ്യ നബിയെ ഉൾക്കൊള്ളാൻ അവർക്ക് സാധിച്ചില്ല. അതുകൊണ്ട് ആ പ്രകാശം അവർക്ക് ലഭിക്കാതെ പോയി. എന്നാൽ തങ്ങളുടെ കാലത്ത് ജീവിച്ചിരുന്ന ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു, സുഹൈബ് റൂമി റളിയല്ലാഹു അൻഹു, ഖബ്ബാബ് ഇബ്നുൽ അറത്ത് റളിയല്ലാഹു അൻഹു, പാവങ്ങളായ സ്വഹാബിമാർ, മഹദിയായ സുമയ്യ ബിൻത് ഖയ്യാത്ത് റളിയല്ലാഹു അൻഹ, യാസിർ റളിയല്ലാഹു അൻഹു, അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹുമ. ഇങ്ങനെ നമ്മൾ ഒന്ന് എണ്ണി നോക്കിയാൽ പാവങ്ങളിൽ പാവങ്ങളായ അന്നത്തെ ഖുറൈശി പ്രമാണിമാർ 5 പൈസയുടെ വില പോലും കൊടുത്തിട്ടില്ലാതിരുന്ന പാവങ്ങൾ, അവരെ പുണ്യനബിയെ തിരിച്ചറിഞ്ഞു. അവർക്ക് ആ പ്രകാശം ലഭിച്ചു. ആ പ്രകാശം കൊണ്ടവർ ലോകത്തിന് വെളിച്ചം നൽകി. ആ വെളിച്ചത്തിൽ നിന്നാണ് നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു ഇത്തിരി തെളി നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പ്രകാശം അവർക്ക് ലഭിക്കാൻ കാരണം പുണ്യനബിയെ അവർ ഉൾക്കൊണ്ടു എന്നതിന്റെ പേരിലാണ്. അതുകൊണ്ട് നമ്മുടെ ദൗത്യങ്ങളിൽ രണ്ടാമത്തെ ദൗത്യം പുണ്യനബിയെ ബോധിക്കലാണ്. ഒന്ന് അല്ലാഹുവിനെ മനസ്സിലാക്കലാണ്, അത് വിശുദ്ധ ഖുർആൻ മനസ്സിലാക്കലും കൂടെയാണ്. 2 പുണ്യനബി തങ്ങളെ മനസ്സിലാക്കലാണ്, അല്ലാഹുവിന്റെ റസൂലിനെ ബോധിക്കാൻ സാധിക്കണം. ഇത് രണ്ടും ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന എന്ന ഹബീബിന്റെ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഹൃദയം കൊണ്ട്, ഖൽബ് കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹിലും തൗഹീദിലും അല്ലാഹുവിന്റെ സിഫാത്തുകളിലും ഇസ്മുകളിലും നമ്മുടെ വിശ്വാസം ശരിയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് അല്ലാഹുവിന്റെ മഹലായ ഫദല് കൊണ്ട് ഒരുപക്ഷേ പാപങ്ങൾക്ക് ശിക്ഷ അനുഭവിച്ചതിന് ശേഷമാണെങ്കിൽ പോലും അവർ സ്വർഗത്തിൽ എത്തിയിരിക്കുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു നിമിഷം പോലും നരകത്തിൽ കടക്കാതെ അല്ലാഹു സ്വർഗ്ഗലോകത്ത് എത്തിച്ചേരാനുള്ള ഭാഗ്യം അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് നമ്മുടെ മക്കളോട്, നമ്മുടെ യുവജനങ്ങളോട്, ചെറുപ്പക്കാരോട്, വിദ്യാർത്ഥിനികളോട് അള്ളാഹുവിനെ സംബന്ധിച്ച് പഠിക്കാനുള്ള അവസരങ്ങൾ നൽകണം. പുണ്യനബി തങ്ങളുടെ ബയോഗ്രഫി, അവിടുത്തെ ലൈഫ് അച്ചീവ്മെന്റ്സ്, ഹബീബായ നബി തങ്ങൾ ആരായിരുന്നു, പുണ്യനബി തങ്ങളെ കുറിച്ചുള്ള വളരെ ഗഹനമായ പഠനങ്ങൾ, ഇതൊക്കെ നമ്മുടെ മക്കൾക്ക് പഠിക്കാൻ അവസരമുണ്ടാവണം. അപ്പോഴാണ് ജീവിതത്തിന്റെ ലക്ഷ്യം പൂർത്തിയാകുന്നത്. നമ്മൾ പഠിക്കുന്നുണ്ട്, മെഡിസിനും എഞ്ചിനീയറിംഗിനും ബിസിനസ്സിനും ഒക്കെ നമ്മുടെ മക്കൾ പോയി പഠിക്കുന്നുണ്ട്. അൽഹംദുലില്ലാഹ്, പൈലറ്റുമാരാകുന്നുണ്ട്. വലിയ വലിയ പ്രൊഫഷണൽസ് നമ്മുടെ മക്കളിൽ സയന്റിസ്റ്റുകൾ വരുന്നുണ്ട്. അതോടൊപ്പം ആ പഠനത്തിലൂടെ ജീവിതത്തിന്റെ ലക്ഷ്യമായ അള്ളാഹുവിനെ മനസ്സിലാക്കാനും സൃഷ്ടാവായ പടച്ചതമ്പുരാനെ പാടി പുകഴ്ത്താനും അനുസരിക്കാനും ആരാധന ചെയ്യാനുമുള്ള നമ്മോട് പടച്ചവനേൽപ്പിച്ച ദൗത്യ നിർവഹണത്തിനു കൂടെ നമ്മുടെ മക്കളെ ഒന്ന് പ്രോത്സാഹിപ്പിക്കണമേ എന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംവിധാനിച്ച ഒരു വലിയ ഉമ്മത്താണ് നമ്മുടെ ഉമ്മത്ത്, ഹബീബിന്റെ ഉമ്മത്താണ് നമ്മൾ. അറഫാ ദിനം, വിശുദ്ധ പെരുന്നാൾ നടന്നുകൊണ്ടിരിക്കുന്ന ദിനം, ദുൽഹിജ്ജ 9, പുണ്യനബി തങ്ങൾ അറഫയിൽ 1,23,000 സ്വഹാബികളെ അവിടുന്ന് അഭിസംബോധന ചെയ്യുകയാണ്. അവിടുന്ന് ജനങ്ങളെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഇന്ന ദിമാഅകും വഅംവാലകും വഅറാദകും അലൈക്കും ഹറാം കഹുർമതി യൗമികും ഹാദാ ഫീ ബലദികും ഹാദാ ഫീ ശഹരികും ഹാദാ. മനുഷ്യരുടെ പവിത്രതയാണ് വിശുദ്ധ ഇസ്ലാം ഉയർത്തിക്കാണിച്ചത്. 23 വർഷക്കാലം മൃഗത്തിൽ നിന്നും മനുഷ്യത്വത്തിലേക്ക് അള്ളാഹുവിന്റെ റസൂൽ ലോകത്തിന് വഴി കാണിച്ചു കൊടുത്തൊരു കാലം.
6-ാം നൂറ്റാണ്ട് എന്ന് പറയുന്ന 6th സെഞ്ചുറി, ചരിത്രത്തിൽ തന്നെ ഒരു ഡാർക്ക് ഏജ് എന്ന് ചരിത്രകാരന്മാർ പറഞ്ഞ ഒരു കാലഘട്ടത്തെ ഗോൾഡൻ ഏജായി ട്രാൻസ്ഫോം ചെയ്ത പുണ്യനിബിതങ്ങളുടെ പരിശ്രമങ്ങളുടെ അവസാന ഭാഗം. അവിടുന്ന് ലോകത്തോട് വിട പറയാൻ 2 മാസം മാത്രം ബാക്കി നിൽക്കെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് വിളിച്ചു പറഞ്ഞു, ജനങ്ങളെ ശ്രദ്ധിച്ചു കേൾക്കണമേ, ലഅല്ലി ലാ അൽഖാകും ഫീ മഖാമി ഹാദാ ബഅദ ആമി ഹാദാ. ഈ ഒരു വർഷം കഴിഞ്ഞാൽ പിന്നെ ഈ സ്ഥലത്ത് വെച്ച് ഒരിക്കലൂടെ എനിക്ക് നിങ്ങളെ കാണാൻ കഴിയണമെന്നില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണമേ. ഇന്ന ദിമാഅകും വ അംവാലകും വ അറാദകും ഹറാമുൻ അലൈക്കും. നിങ്ങൾ ഓരോരുത്തരുടെയും രക്തം, നിങ്ങളുടെ അഭിമാനം, നിങ്ങളുടെ സമ്പത്ത് എല്ലാം പരസ്പരം പവിത്രമാണ്. ഒരാൾക്ക് മറ്റൊരാളിൻ്റേത് അയാളുടെ പൊരുത്തമില്ലാതെ എടുക്കലോ അതിൽ കൈകടത്തലോ ഹറാമാണ്. കഹുറുമതി യൗമികും ഹാദാ. ഈ പെരുന്നാൾ ദിവസത്തിന്റെ പവിത്രത പോലെ, വെള്ളിയാഴ്ച ദിവസത്തിന്റെ പവിത്രത പോലെ, അറഫ നാളിന്റെ പവിത്രത പോലെ, ഫീ ബലദികും ഹാദാ, അല്ലാഹു പവിത്രമാണെന്ന് പ്രഖ്യാപിച്ച പരിശുദ്ധമായ മക്കയുടെ ഹറമിന്റെ പവിത്രത പോലെ, ഫീ ബലദികും ഹാദാ, മക്ക എന്ന നാടിന്റെ പവിത്രത പോലെ, ദിവസത്തിന്റെ പവിത്രത പോലെ, മാസം ദുൽഹിജ്ജയാണ് അതിന്റെ പവിത്രത പോലെ, നിങ്ങൾ ഓരോരുത്തരും അവരവരുടെ അഭിമാനവും നിങ്ങളുടെ സ്വത്വവും നിങ്ങൾക്ക് മാത്രമുള്ളതാണ്. അത് നശിപ്പിക്കുവാനോ ഒരാളുടെ അഭിമാനത്തിന് പോറലേൽക്കുന്ന വിധം ഒരു വാഗ്പ്രയോഗം നടത്താൻ പോലുമോ അല്ലാഹു നിങ്ങളാർക്കും അധികാരം തന്നിട്ടില്ല, അവകാശം തന്നിട്ടില്ല. നിങ്ങളുടെ സമ്പത്തിൽ ഒന്നുപോലും അന്യായമായി കൈകടത്താനോ എടുക്കാനോ ഒരാൾക്കും അല്ലാഹു അധികാരമോ അവകാശമോ നൽകിയിട്ടില്ല. എല്ലാം പവിത്രമാണ്. മനുഷ്യനെ പവിത്രനായി പ്രഖ്യാപിച്ചു പുണ്യനബി. അവിടുന്ന് പറഞ്ഞു, കുല്ലുകും മിൻ ആദം. മനുഷ്യർ, ചില ആളുകൾ ചിലരെക്കാൾ മീതയാണ് എന്ന് വിചാരിച്ചിരുന്ന കാലമായിരുന്നു അത്. ഖുറൈശികൾ തമീമികളെക്കാൾ മീതയാണ്, ഷാമികൾ ഹലബികളെക്കാൾ മീതയാണ് എന്നൊക്കെ ചിന്തിച്ചിരുന്നൊരു കാലത്ത് ലാ ഫദ്ല ലിഅറബിയ്യിൻ അലാ അജമിയ്യിൻ, ഒരു അറബി ഭാഷ സംസാരിക്കുന്നില്ല എന്നൊരൊറ്റ കാരണം കൊണ്ട് അയാളെക്കാൾ അറബിക്ക് പവിത്രതയുണ്ടെന്ന് ചിന്തിക്കരുത്. വലാ ലിഅജമിയ്യിൻ അലാ അറബിയ്യിൻ, സ്ഫുടമായി ഫ്രഞ്ചോ ജർമ്മനോ ഇംഗ്ലീഷോ മറ്റു ഭാഷകളോ സംസാരിക്കുന്നത് കൊണ്ട് അറബി താഴെയാണെന്ന് വിചാരിക്കണ്ട. എല്ലാ മനുഷ്യരും അല്ലാഹുവിന്റെ മുമ്പിൽ ഒരുപോലെയാണ്. ഒരു ചീർപ്പിന്റെ പല്ല് പോലെ ഒരുപോലെയാണ്. നിങ്ങളിൽ ഒരാളെ മറ്റാളെക്കാളും വ്യത്യസ്തനാക്കുന്നത് നിങ്ങളുടെ ഹൃദയത്തിൽ അല്ലാഹുവിനെ കുറിച്ചുള്ള ഭയഭക്തി എത്രയുണ്ടോ അത് കൂടുന്നതിനനുസരിച്ച് നിങ്ങളുടെ പവിത്രത ഉയർന്നുകൊണ്ടിരിക്കും. നിങ്ങളുടെ തൊലി നിറം അവിടെ പ്രശ്നമല്ല. നിങ്ങളുടെ പാസ്പോർട്ടോ നാഷണാലിറ്റിയോ നിങ്ങളുടെ വിദ്യാഭ്യാസമോ നിങ്ങളുടെ എത്നിസിറ്റിയോ കുടുംബമോ തറവാടോ നാടോ ഇതൊന്നും അവിടെ പ്രശ്നമല്ല. ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും. നിങ്ങളിൽ ആരാണോ ഹൃദയ വിശുദ്ധിയുള്ളത്, ആരാണോ ജീവിതത്തിൽ അല്ലാഹു ഏൽപ്പിച്ച ദൗത്യം പൂർണ്ണമായി നിർവഹിക്കുന്നത്, ആരാണോ തഖ്വ എന്ന പടച്ചതമ്പുരാനെ കുറിച്ചുള്ള ബോധ്യമെന്നോ അല്ലാഹുവിനെ കുറിച്ചുള്ള സൂക്ഷ്മതയോടുകൂടെയുള്ള ഭയപ്പാടെന്നോ പറയുന്ന ആ തഖ്വ എന്ന സ്വത്വം ആർക്കുണ്ടോ അവരാണ് അല്ലാഹുവിന്റെ മുമ്പിൽ ഏറ്റവും ഉന്നത സ്ഥാനീയരായ ആളുകൾ. എന്നിട്ട് പറഞ്ഞു, കുല്ലുകും മിൻ ആദം, നിങ്ങളെല്ലാവരും ആദം നബിയുടെ മക്കളാണ്. ഹവ്വാ ബീവി എന്ന ഉമ്മയുടെ മക്കളാണ്. വ ആദമു മിൻ തുറാബ്, ആദം നബിയാണെങ്കിലോ മണ്ണിൽ നിന്നാണ് അല്ലാഹു ആദം നബിയെ ഉണ്ടാക്കിയത്. അതുകൊണ്ട് നിങ്ങളെല്ലാം മണ്ണിൽ നിന്ന് ജനിച്ചവർ, മണ്ണിലേക്ക് തിരിച്ചു പോകേണ്ടവർ. അതുകൊണ്ട് മണ്ണിനോളം നിങ്ങൾ വിനയവും താഴ്മയും കാണിക്കണേ എന്ന്
അറഫ കുന്നിന്റെ മുകളിൽ ജബലുർ റഹ്മയിൽ നിന്നുകൊണ്ട് ലോകത്തിന്റെ ഗുരു നമ്മുടെ നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ദൗത്യ നിർവഹണത്തിന്റെ അവസാന കാലഘട്ടം വലിയൊരു സമൂഹം, ഒരുപക്ഷെ അറബ് ലോകം, അറബ് ചരിത്രത്തിൽ അറേബ്യയിൽ അത്രമേൽ ഒരു ഒത്തുകൂടൽ അതിന് മുമ്പ് സംഭവിച്ചിട്ടില്ല. അങ്ങനത്തെ ഒരു ഗാദറിംഗിലാണ് ഹബീബായ നബി തങ്ങൾ അവിടുത്തെ സ്വഹാബികളെ സാക്ഷിയാക്കി വിഷയങ്ങളൊക്കെ പറയുന്നത്. കുല്ലുകും മിൻ ആദം വ ആദമു മിൻ തുറാബ്. അതുകൊണ്ട് മനുഷ്യന്റെ അഭിമാനം നിങ്ങൾ ആരും നിങ്ങളുടെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ എഴുത്തുകൊണ്ടോ കമന്റ് കൊണ്ടോ നിങ്ങൾ ഒരാളുടെ അഭിമാനത്തിന് ക്ഷതം വരുത്തുന്ന പദപ്രയോഗങ്ങൾ ചെയ്യരുത്. വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽം السمع والبصر إن السمع والبصر والفؤاد كل أولئك كان عنه مسؤولا ولا تقف ما ليس لك به علم. നമുക്ക് അറിവ് നൽകപ്പെട്ടിട്ടില്ലാത്ത വിഷയങ്ങളിൽ ഇടപെട്ട് സംസാരിക്കരുതേ. നമുക്കറിയാത്ത വിഷയങ്ങളെ എവിടെന്നോ കേട്ടത്, ആരാ പറഞ്ഞത്, എന്താണ് അതിന്റെ സോഴ്സുകള്, ഇതൊന്നും അറിയാതെ ആരോ അങ്ങനെ കേട്ടു, അങ്ങനെ പറയുന്നു, അങ്ങനെ ആണുപോൽ, ഇതൊന്നും പറയാൻ ഒരു മുസ്ലിമിന് പാടില്ല എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഇസ്രാ. വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽം. എന്തുകൊണ്ട്? ഇന്ന സമഅ, തീർച്ചയായും നിങ്ങളുടെ കേൾവി, വൽ ബസറ, നിങ്ങളുടെ കാഴ്ചയും, വൽ ഫുആദ്, നിങ്ങളുടെ ചിന്തകളും, കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല, ഇതിനെക്കുറിച്ചെല്ലാം അല്ലാഹു നിങ്ങളോട് ചോദിക്കുക തന്നെ ചെയ്യും. നമ്മൾ ചോദ്യം ചെയ്യപ്പെടാൻ പോകുന്നവരാണ്. വഖിഫൂഹും ഇന്നഹും മസ്ഊലൂൻ. മലക്കുകളോട് അല്ലാഹു പറയും, മനുഷ്യരെ മുഴുവനും അവിടെ നിർത്തേണമേ, ഞാൻ അവരോട് ചോദിക്കുകയാണ് എന്ന് പറഞ്ഞ് നമ്മുടെ കണ്ടതും കേട്ടതും ചിന്തിച്ചത് എന്ന് പറയുമ്പോഴേ ആയത്തിനൊരു വ്യാഖ്യാനം കൂടെയുണ്ട്. നമ്മൾ അറിയാതെ മനസ്സിലേക്ക് വന്നുപോകുന്ന ചിന്തകളെ കുറിച്ചല്ല ആ പറയുന്നത്. കരുതിക്കൂട്ടി മനസ്സിൽ പ്ലാൻ ചെയ്യുന്ന ചില തീരുമാനങ്ങൾ അല്ലാഹു അനുവദിച്ചിട്ടില്ല. ആ അനുവദിച്ചിട്ടില്ലാത്ത ഒരു തിന്മയെ മനസ്സിൽ താലോലിച്ചു കൊണ്ടു നടക്കുന്നത് ഹൃദയം കൊണ്ട് ചെയ്യുന്ന ഒരു തെറ്റാണ്. അതുവരെ നാളെ അല്ലാഹു നമ്മളോട് ചോദ്യം ചെയ്യുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് മനുഷ്യ സൃഷ്ടിപ്പിന്റെ ഈ മഹത്വത്തെ നമ്മൾ ഉൾക്കൊള്ളുക. ഒരു ജനാസ കടന്നു പോകുന്നു ഹബീബിന്റെ മുമ്പിലൂടെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ജനാസ ഒരു ജൂതന്റേതായിരുന്നു. അതുകൊണ്ട് തന്നെ സ്വഹാബികളൊക്കെ തങ്ങൾ എണീറ്റ് നിൽക്കുമ്പോ പറഞ്ഞു, തങ്ങളോട് നബിയെ, അതൊരു ജൂതന്റെ ജനാസയാ നബിയെ, ഒരു മുസ്ലിമിന്റേതല്ല എന്ന് പറഞ്ഞു. തങ്ങളുടെ മറുപടി, വലാകിന്നഹാ നഫ്സുൻ മൻഫൂസ, അല്ലാഹു റൂഹൂദിയ ഒരു ശരീരമല്ലയോ അത്. അതുകൊണ്ട് നാം അതിനെ ആദരിക്കണം. പടച്ചതമ്പുരാൻ റൂഹൂദി കൊടുത്ത ഒരു ശരീരമല്ലയോ ആ ജനാസ, ആയിരുന്നില്ലയോ, മരിച്ചുപോയി. അതുകൊണ്ട് അള്ളാഹുവിന്റെ സൃഷ്ടിപ്പാണത്. മനുഷ്യനെ ആദരിക്കണം, ബഹുമാനിക്കണം എന്നൊരു തലത്തിലേക്ക് മനുഷ്യൻ അർഹതപ്പെട്ടത് മുഴുവൻ, മനുഷ്യന്റെ സ്വത്വവും അഭിമാനവും ഇസ്സത്തും ഇഫ്ഫത്തും മനുഷ്യന്റെ ഇർളും എല്ലാം അള്ളാഹുവിന്റെ റസൂലിന്റെ ആ ഒരു മനുഷ്യാവകാശ പ്രഖ്യാപന പ്രഭാഷണം, ഹജ്ജത്തുൽ വിദാഇന്റെ അന്ത്യ പ്രഭാഷണത്തിന്റെ ഒരു ശകലം നിങ്ങളൊന്ന് പഠിച്ചു നോക്കണം. നമ്മുടെ വിദ്യാർത്ഥികൾ ഒന്ന് നിങ്ങളൊന്ന് ഇതിനെ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. The farewell speech, the farewell sermon of Prophet Muhammad sallallahu alaihi wasallam. പുണ്യനബി തങ്ങളുടെ അന്ത്യപ്രഭാഷണം എന്തായിരുന്നു, അവിടുത്തെ ഫെയർവെൽ സ്പീച്ച് എന്നൊന്ന് ടൈപ്പ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് അതിന്റെ ഒതന്റിക് രേഖകളിലൂടെ അത്